എനിക്ക് തോന്നുന്നു കഴിഞ്ഞ വർഷത്തെ റിപ്പോർട്ട് പ്രകാരം ഏകദേശം ഇന്ത്യയിൽ മാത്രം ഒരു 2 ട്രില്യൺ റുപ്പീസാണ് UPI ട്രാൻസാക്ഷൻ മാത്രം നടന്നിട്ടുള്ളത്. അതെ, അത്രയും വലിയൊരു മേഖലയാണ്. അപ്പോൾ നമ്മുടെ കേരളത്തിൽ നിന്നുള്ള മാത്രം റിപ്പോർട്ടാണ് 200 മുതൽ 250 കോടി. അപ്പോൾ അത് വലിയൊരു എമൗണ്ട് ആണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇന്ത്യയല്ല, കേരളത്തിൽ നിന്നുള്ള, അതായത് നമ്മുടെ മലയാളികളുടെ കയ്യിൽ നിന്നാണ് ഇത്രയും വലിയൊരു തട്ടിപ്പ് UPI പേയ്മെന്റിന്റെ പേരിൽ മാത്രം നടന്നിട്ടുള്ളത്. അപ്പോൾ വലിയൊരു ഫൈനാൻഷ്യൽ ഫ്രോഡ് ആണ് എന്ന് നമുക്കത് മനസ്സിലാക്കാനായിട്ട് കഴിയും. അതുപോലെ തന്നെ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും ഇൻവെസ്റ്റ്മെന്റുകളെ പറ്റിയിട്ട്, ഇൻവെസ്റ്റ്മെന്റ് സ്കാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ലാസ്റ്റ് മാർച്ചിൽ നമ്മുടെ ഇവിടെ ട്രിവാൻഡ്രത്ത് തന്നെ വലിയൊരു സ്കാം നടന്നിട്ടുണ്ടായിരുന്നു. അതൊരു ഡോക്ടറിന്റെ കയ്യിൽ നിന്നായിരുന്നു. എനിക്ക് തോന്നുന്നു 87 ലക്ഷം രൂപയുടെ സ്കാമാണ് അവിടെ നടന്നിട്ടുള്ളത്. അപ്പോൾ ആ ഒരു സമയത്ത് പുള്ളിക്കാരനെ ഒരു ട്രസ്റ്റ് ബിൽഡ്, ആ സമയത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ കൊണ്ടുവരും, നമ്മളിപ്പോൾ നമ്മളുള്ള ഫീൽഡ് ഏതാ, ഫിനാൻഷ്യൽ മാർക്കറ്റാണ്. സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്നാണ് നിങ്ങൾക്ക് വലിയ റിട്ടേൺസ് കിട്ടും എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് അവരെ ആ സ്കാമിലോട്ട് കൊണ്ടുവന്നത്. അതായത് നമുക്ക് മനസ്സിലാവും ഒരു സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് നമുക്ക് കിട്ടുന്ന മാക്സിമം റിട്ടേൺസ് എന്ന് പറയുന്നത്, അതായത് പോസിബിൾ ആയിട്ടുള്ള റിട്ടേൺസ് ഒരു 30 to 60% ആണ് നമുക്ക് റിയലിസ്റ്റിക് ആയിട്ട് നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്ന റിട്ടേൺസ്. പക്ഷെ പുള്ളിക്കാരിയുടെ അടുത്ത് പറഞ്ഞെന്ന് വെച്ചാൽ 150 മുതൽ 300% നിങ്ങൾക്ക് 5 മാസത്തിൽ കൊണ്ടുതരാമെന്നാണ്. അപ്പോൾ അത് പുള്ളിക്കാരി വിശ്വസിച്ചു. അത് ഇന്നത്തെ കാലത്ത് ഈ വാട്സപ്പിലൂടെ ആദ്യം മെസ്സേജ് അയച്ചായിരിക്കും അവർ പരിചയപ്പെടുന്നത്. അതിൽ സെയിം ആയിരുന്നു, വാട്സപ്പിൽ മെസ്സേജ് അയച്ചു, നിങ്ങൾക്ക് വലിയ റിട്ടേൺസ് തരാം. ആദ്യം അവർ ബോധർ ചെയ്തില്ല, വീണ്ടും അവർ റിപ്പീറ്റ് ആയിട്ട് മെസ്സേജ് അയച്ചു. ആ സമയത്ത് അവർ ഇതൊന്ന് നോക്കിയാലോ എന്ന് പറഞ്ഞൊരു 4 lakhs 5 lakhs ഇൻവെസ്റ്റ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്തതാണ്. പിന്നെ ട്രസ്റ്റ് ബിൽഡ് ചെയ്യാനായിട്ട് അവർ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 ലക്ഷം രൂപ അവരുടെ ബാങ്കിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്ത് കൊടുത്തു. പിന്നെ ഇങ്ങനെയുള്ള സ്കാമുകൾ കൂടുതൽ നടക്കുന്നത് വാട്സപ്പും ടെലഗ്രാമും വഴിയായിരിക്കും. ടെലഗ്രാം വളരെയധികം സൂക്ഷിച്ചോണം, കാരണം ടെലഗ്രാമിൽ ഒരിക്കലും അവരുടെ ഐഡന്റിറ്റി കിട്ടത്തില്ല. അതുകൊണ്ടാണ് അവർ ടെലഗ്രാമിലൂടെ ഈ ഒരു സർവീസ് കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്.